ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് വിസ്മയകരമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ? സ്വഹാബിമാർ പറഞ്ഞു, സംശയമെന്ത്, മലക്കുകൾ തന്നെ. അവരുടെ ധാരണ തിരുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെങ്ങനെ വിശ്വാസികളാവാതിരിക്കും? രാപ്പകൽ ഭേദമില്ലാതെ അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ കഴിയുന്ന അവരുടെ ഈമാനിൽ ഒരു അതിശയം പറയാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, എങ്കിൽ റസൂലെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് വിസ്മയവാഹമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ. റസൂൽ വീണ്ടും പറഞ്ഞു, അവരെങ്ങനെ വിശ്വാസികളാവാതിരിക്കും? വഹി അവർക്കല്ലയോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സ്വഹാബിമാർ പറഞ്ഞു, എന്നാൽ ഞങ്ങളാണ് റസൂലെ വിസ്മയകരമായ ആ ഈമാനിൻ്റെ ഉടമകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എങ്ങനെ വിശ്വാസികളാവാതിരിക്കും? ഞാൻ ഉയരോടും ഉടലോടും കൂടി നിങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണോ? അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിശയകരമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ നിങ്ങൾക്ക് ശേഷമുള്ള ജനപദമാണ്. നിങ്ങൾ ഇപ്പോൾ എന്നെ ഏതുവിധം വിശ്വസിക്കുന്നുവോ അതേവിധം ആ തലമുറ എന്നെ വിശ്വസിക്കും. നിങ്ങളിപ്പോൾ എന്നെ ഏതുവിധം സഹായിക്കുന്നുവോ അതേവിധം അവർ ആ കാലത്ത് എന്നെ സഹായിക്കും. അവർ ഏടുകൾ കാണും, അതിലവർ വിശ്വസിക്കും. വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ് ഏടുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടില്ലെങ്കിലും വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നതിന് സാക്ഷികളല്ലെങ്കിലും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന ഇക്കാലത്തെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് ഇതിൽ പരം അംഗീകാരം ഇനി എന്തു വേണം?